പ്രിയപ്പെട്ടവരെ നോക്കൂ. ഷിംജിത മോളെ, നീ എന്തായാലും ചെയ്ത തെറ്റിന് ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? പിന്നെ നീ എന്തിനാണ് ഈ ചെറ്റത്തരം പൊക്കത്തരം ചെയ്തു വെച്ചത്? നമ്മളുടെ നാട്ടിലുള്ള ആ ഒരു സ്ഥലങ്ങളൊന്നും വേണ്ട വിധത്തിൽ ആസ്വദിച്ചിട്ടില്ലേ എന്ന് തോന്നാറുണ്ട്. ശരിയാ, നീ ദുബൈയിലായിരുന്നല്ലോ, അതുകൊണ്ട് നാട്ടിലെ ചില സ്ഥലങ്ങളൊന്നും മോക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലെ ജയിലിലെ സുഖം ആസ്വദിക്കാൻ തന്നായിരുന്നു ഈ പരിപാടിയല്ലേ? കൊച്ചു കള്ളി, ഒരു കുടുംബം തകർത്തിട്ട് ആടി ഓളെ വേണ്ട വിധത്തിൽ ആസ്വദിച്ചിട്ടില്ലേ. അതുകൊണ്ടായിരിക്കും ബസ്സിനകത്ത് പോയി കുത്തി കയറിയതല്ലേ, ആ സ്ഥലം ഒന്ന് ആസ്വദിക്കാൻ. കഞ്ഞി കുടിക്കാൻ മുട്ടിട്ട് പൂതിയായപ്പോ ഇങ്ങോട്ട് വന്നതാ. ഇപ്പൊ ജയിലില് കഞ്ഞിയൊന്നും ഇല്ലടി, ഇപ്പൊ നല്ല മട്ടൻ കറിയും മീൻ കറിയൊക്കെ കൂട്ടി നല്ല ഗംഭീര ഫുഡാ. എന്തിനായിരുന്നു നീ അവനെ കൊന്നത്? നിനക്ക് അതിനകത്ത് ഒരു കുറ്റവും കഴിഞ്ഞു പോയ ഇന്നലകളോ അല്ലെ വരാനിരിക്കുന്ന നാളെയോ ഒന്നുമല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്നാണ് ഏറ്റവും മഹത്വമുള്ളത്. ആ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെ പറയുന്നു ലോകത്ത് മുഴുവൻ വീണ്ടും വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. മോളെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ നോക്കിയതാ, ഇതിപ്പോ ഇന്റർനാഷണൽ ലെവലും കടന്ന് വേൾഡ് ഫേമസ് ആയി പോയി. ആര്? മോള്. നിനക്ക് ആ അറബി നാട്ടിന്റെ മണവും ആ മണ്ണിന്റെ സുഖവും ഒക്കെ അറിഞ്ഞ് അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? എന്തിനാ ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വന്നേ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും ഇവിടെ ഇല്ലാലല്ലേ. പക്ഷെ മോളിന് വരാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. അവിടെ നീ പറഞ്ഞ പോലെ നല്ല മഴയും മണ്ണിന്റെ മണവും ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ പോകുന്നിടത്ത് ഉമ്മാന്റെ ചോറ് അത് കിട്ടൂല മോളെ. അത് നീ പരോളിൽ ഇറങ്ങിയാലേ കിട്ടും. അതുവരെ നിനക്ക് ജയിലിന്റെ മട്ടൻ കറിയും നമ്മുടെ കേരള സർക്കാർ നിനക്ക് ഒരുക്കി തരും. എന്നിട്ട് പിന്നെ നല്ല കുട്ടം പന്നിയാക്കിയിട്ട് പുറത്തേക്ക് ഇറക്കും. സത്യം പറഞ്ഞ ഷിംജിത മോളെ, നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഉമ്മാന്റെ ചോറുണ്ണാൻ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ മക്കൾക്ക് കിട്ടുന്ന, ഏറ്റവും സ്നേഹനിധികളായ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ മോളെ, നിനക്ക് ഒരിക്കലും നിന്റെ ഉമ്മാന്റെ ചോറ് തിന്നാൻ അവസരം കിട്ടാതിരിക്കട്ടെ. മരണം വാർത്തിട്ടിട്ട് ഭയങ്കര ഷോക്കായി പോയി. ശരിക്കും ഒരു രംഗബോധമില്ലാത്ത കോമാളിയല്ലേ മരണം. സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ കടന്നു വന്ന് എല്ലാം തകർത്ത് കളയുന്ന ഒരു ശരിയായ ദുരന്തം. എന്തൊക്കെയായിരിക്കും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ അത് ചെയ്യണം. അദ്ദേഹത്തിന് അത്രയൊന്നും പ്ലാനിങ് ഉണ്ടാകുന്നു നമ്മളെ. പക്ഷെ നിനക്കായിരുന്നു പ്ലാനിങ്. മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ഇദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ കണ്ടെത്തി ഞങ്ങൾ കോഴിക്കോടിന് വരുന്നതെന്ന് കൃത്യമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നീ കയറി പിന്നാലെ കൂടി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ ഞങ്ങളുടെ അടുത്ത് പോയി മുട്ടയുള്ള പ്ലാനിങ്ങൊക്കെ നീ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നീ തോറ്റുപോയത് മോളെ. നമ്മുടെ ലോകം ഒട്ടാകെ ഈ മനുഷ്യന്റെ കൂടെ നിന്ന്, അതുകൊണ്ടാണ് ഇത്രത്തോളം ജനരോഷം നിന്നിലേക്ക് ഇരച്ചു കയറിയത്. ഇനി പെണ്ണെന്ന നിയമത്തിന്റെ ആനുകൂല്യം കിട്ടി ഷിംജിത പുറത്തിറങ്ങിയാൽ നിയമം കയ്യിലെടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവളെ ജനവിചാരണയ്ക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ശിക്ഷിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. ഇനി ഒരിക്കലും ഒരാൾക്കും ഒരു കുടുംബത്തിനും ഈ ഗതി വരാതിരിക്കട്ടെ.